ഞാൻ റൂം മേക്കർ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ. പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി എങ്ങനെയോ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ആ വീഡിയോ കാണിക്കാം ഇടുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ, കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത ക്രാഫ്റ്റൊക്കെ കാണിക്കാമെന്ന് ഓർത്താണ് വന്നത്. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് ഓർത്തത്. അപ്പോൾ ഇത് ഒരു പെൻ ഹോൾഡർ ഞാൻ ചെയ്തതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. കവായി സ്റ്റിക്കറൊക്കെ വെച്ച് ഒരു ബുക്കുണ്ടായി, പഴയ ബുക്ക്. അതിൻ്റെ പേജസ് ഒന്നുമില്ല, അപ്പോൾ അത് കീറി അതാണ് ഒട്ടിച്ച് ചെയ്തേക്കണത്. പിന്നെ ചെയ്തത് ആ ബുക്കിൻ്റെ തന്നെ ഒരു വലിപ്പ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് ഫോട്ട സംഭവമില്ലേ ഇങ്ങനെ വെക്കണ ആ സംഭവം വെച്ച് ചെയ്തതാണ്. പിന്നെ ചെയ്തത് ഒരു ഡസ്റ്റ് ബിന്നാണത്. ഈ ഡസ്റ്റ് ബിന്നാണ് ഞാൻ ചെയ്തത്. ഇവിടെ ഡസ്റ്റ് ബിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടത് ഇതാണ്. നമുക്ക് ഇടാൻ മടിയാവുമ്പോൾ നമ്മൾ ഇതിലിടുക, അപ്പോൾ അവിടെ ക്ലീൻ ആയിട്ടിരുന്നോളും. പിന്നെ ചെയ്തത് ഗുഡ് തിങ്സ് മേക്ക് യു ബെറ്റർ എന്നും പറഞ്ഞ് ഞാൻ തന്നെ എഴുതിയതാണ്. ഇത് പക്ഷേ കടിൽ ക്ലൗഡ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അത് ഇൻസ്പയർഡായിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ വേർഡിങ്സ് വേറെയാണ് കൊടുത്തത്. പിന്നെ ഞാൻ ചെയ്തത് ഇത് ഞാനത് എൻ്റെ ചേട്ടന് ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇതുപോലെ തന്നെ ഒരു കാർഡ്, ഇതിൻ്റെ തന്നെ ഒരു കാർഡും ഞാൻ കൊടുത്തിട്ടുണ്ടായത്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് ഒരു ബുക്ക് ഞാൻ ഇന്നലെ ചെയ്തതാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് ചെയ്തതാണ്. പിന്നെ ഞാൻ ചെയ്തത് ജേണലാണ്. ഇതിൻ്റെയാണ് ഞാൻ ഏറ്റവും ഫസ്റ്റായിട്ട് ലോങ് വീഡിയോ ചെയ്തത്. ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നും പറയാൻ കുറേ. പിന്നെ ഇതൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മെനയായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. എനിക്കത് ഇഷ്ടപ്പെട്ട്. പിന്നെ അങ്ങോട്ട് നല്ല ഭംഗിക്ക് ചെയ്യാൻ തുടങ്ങി, വൃത്തിക്കും ഭംഗിക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് ശരിയായി. ഇതൊന്നും വായിക്കരുത് കേട്ടോ, പൊട്ടത്തെറ്റൊക്കെ എഴുതി വെച്ചേക്കണം. അത്രേ ചെയ്തിട്ടുള്ളൂ ഈ ബുക്കിൽ. പിന്നെ ആദ്യമായിട്ട് ഞാൻ ജേണൽ ചെയ്ത ഒരു ബുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതെടുത്തിട്ടെ ഞാൻ ഗൈസ്, ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ജേണലിങ്. ഇത് ജേണലിങ് അല്ലേ, ഇത് സ്റ്റിക്കർ കളക്ഷനാണ്. ഇതിൻ്റെ ഇപ്പുറത്തെയാണ് ആദ്യമായിട്ട് ചെയ്തത്. 2025 ഫെബ്രുവരിയിലാണ് ഞാൻ ചെയ്തത്. വാലൻറ്റൈൻസ് ഡേൻ്റെ അന്ന് ഇങ്ങനെ ഷഫിളായിട്ട് ഒട്ടിച്ച് ഇങ്ങനെ ചെയ്തതാണ്. ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ്, പശ ഉണ്ടായില്ല, അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ചെയ്തതാണ്. ഇത് നോക്കണ്ട, അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റിയത്. ഇത് ചെയ്തതാണ്. ഇതിന് മുന്നേ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ അത് കയറി വന്നു. ഈ ജൂലൈയുടെ ആണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നത് ചെയ്തത് ഈ ജൂലൈയുടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ അത്രേ ഈ ബുക്കിൽ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പോലത്തെ ഇത് ഒരു കപ്പ് ഹോൾഡറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ചെയ്ത് വന്നപ്പോൾ വേറെ എന്തോ ആയി, അപ്പം ഞാൻ അതങ്ങോട്ട് തൂക്കിയിട്ട്. പിന്നെ ഇത് ഇങ്ങനെ ബെഡും ബാത്റൂമും അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഈ ബെഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, പക്ഷെ ചളുങ്ങിപ്പോയി. അതെനിക്കൊരു വിഷമമായി, എനിക്ക് സങ്കടം പിന്നെ. ഇവിടെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു. പക്ഷേ അലമാരയൊക്കെ വെച്ച് ചെയ്തതായിരുന്നു. ഒരു ഫോൺ, ടേബിള്, പിന്നൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായി. അതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു ദേ കിടക്കണം. ഇതാണ് ആ ഫോട്ടോ ഫ്രെയിം. പിന്നെ ഒരു സ്റ്റൂളുണ്ടായിട്ടോ. എന്തിയ സ്റ്റൂള്, അതിൻ്റെ അടിയിലാണ് ഗൈസ് സ്റ്റൂളുള്ളത്, വളരെ അടിയിലാണ്. എടുത്തതേ അലമാരേനെ എടുത്ത് വലിച്ചെറിഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം അത്യാവശ്യം, എന്നാലും ഇങ്ങനെ ചളുങ്ങിപ്പോയി. അപ്പോൾ അത് പിന്നെ യൂസില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ചളുങ്ങിയിട്ട്. ഇവിടെ കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചതൊക്കെ ചളുങ്ങിപ്പോയി. അവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഷവറ്, പിന്നെ ബാർഡബിൽ വെള്ളമുണ്ട് ഗൈസ്, തിളങ്ങുന്ന വെള്ളമുണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്കതത്ര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ
ചളുങ്ങിപ്പോയോണ്ട് പിന്നെ അത് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താ, പിന്നെ ഞാൻ ഈ പെയിൻറ്റിങ് ഞാൻ ചെയ്തതാണ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, വലിയ ഗുണമില്ല, എന്നാലും ഇവിടേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെയ്തു വന്നപ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റിൽ അറിയിക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമേ ഞാൻ വെറുതെ ഇരിക്കാറുള്ളൂ, അപ്പോൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാർഡ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല, അതത്രേ ഉള്ളൂ. ഇങ്ങനെ കുറേ പേന കൊണ്ട് കുത്തി വരച്ചിട്ട് ടിയർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇതൊന്നും ഞാൻ വരച്ച പെയിൻറ്റിങ് അല്ല കേട്ടോ, ഇത് എനിക്ക് ഒരാൾ തന്നതാണ് എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ. ഇതൊക്കെ ഞാൻ വരച്ചതാണ്. ബട്ടർഫ്ലൈ അതൊക്കെ ഞാൻ വരച്ചതാണ്. അതൊക്കെ പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഗ്രിഡാണ്. ഫ്ലോറൽ ക്ലിപ്പൊക്കെ കുത്തി അലങ്കരിച്ച് ഷോ കാട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിനി വീഡിയോസ് ഇടാൻ നോക്കാം മാക്സിമം വേഗം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ അത്ര അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇപ്പം തന്നെ 5 മിനിറ്റായി വീഡിയോ. 5 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. 6 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് എന്തായാലും. വീഡിയോ കുറേ ആയി. അപ്പോൾ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ലേറ്റർ.